വിമത സംഘത്തിന്റെ അട്ടിമറിയെ തുടർന്ന് സിറിയയിൽ നിന്നും കടന്ന മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് തന്റെ സമ്പത്ത് നേരത്തെ തന്നെ റഷ്യയിലേക്ക് കടത്തിയിരുന്നതായി റിപ്പോർട്ട്. സിറിയയിലെ അസദ് ഭരണകാലത്ത് സിറിയൻ സെൻട്രൽ ബാങ്ക് 2 വർഷത്തിനിടെ മോസ്കോയിലേക്ക് ഏകദേശം $25 കോടി പണമായി അയച്ചതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 2 ടണ്ണോളം ഭാരം വരുന്ന നോട്ടുകളാണ് സിറിയൻ സെൻട്രൽ ബാങ്ക് മോസ്കോയിലെ സുക്കോവോ വിമാനത്താവളത്തിലേക്ക് അയച്ചത്. 100-ന്റെ ഡോളർ നോട്ടുകളും 500-ന്റെ യൂറോ നോട്ടുകളുമായിരുന്നു. ഇതിൽ വിലക്ക് നേരിടുന്ന ഒരു റഷ്യൻ ബാങ്കിൽ 2018-2019 കാലത്ത് ഈ പണം നിക്ഷേപിച്ചതായി ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഈ സമയത്ത് റഷ്യയുടെ സൈനിക സഹായത്താലാണ് അസദ് വിമത സംഘങ്ങളെ അടിച്ചമർത്തിയിരുന്നത്. അതോടൊപ്പം റഷ്യയിൽ അസദിന്റെ ബന്ധുക്കൾ വസ്തുവകകൾ വാങ്ങിക്കൂട്ടിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരത്തിൽ റഷ്യയിലേക്ക് പണം കടത്തിയ സമയത്ത് റഷ്യയുടെ സൈനിക സഹായവും കൂലിപ്പട്ടാളമായ വാഗ്നർ സംഘവും സിറിയയിൽ ഉണ്ടായിരുന്നു. വിമതർക്കെതിരെ ആക്രമണത്തിന് സർക്കാർ സേനയെ സഹായിക്കലായിരുന്നു ഇവരുടെ പ്രധാന ദൗത്യം. സിറിയയ്ക്ക് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധമടക്കം ഏർപ്പെടുത്തിയിരുന്നതിനാലാണ് നോട്ടുകളുമായി പണം റഷ്യയിലേക്ക് കടത്തിയതെന്നാണ് നിലവിലെ നിഗമനം. നേരത്തെ സിറിയയിൽ നിന്നും കടന്ന മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന് രാഷ്ട്രീയ അഭയം നൽകിയെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് സ്ഥിരീകരിച്ചു. വിമത സംഘമായ ഹയാത്ത് തഹ്രീർ അൽ-ഷാം തലസ്ഥാന നഗരമായ ഡമാസ്കസ് പിടിച്ചെടുത്തതിന് പിന്നാലെ അസദിനെ രാജ്യം വിടാൻ സഹായിച്ചതായാണ് റഷ്യ സ്ഥിരീകരിച്ചത്. വിമതർ രാജ്യം പിടിച്ചടക്കിയതിനെ തുടർന്ന് അസദിനെ മോസ്കോയിലേക്ക് സാധ്യമായ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ കൊണ്ടുപോയെന്ന് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് അവകാശപ്പെട്ടു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ തീരുമാനപ്രകാരമായിരുന്നു ഇത്. എന്നാൽ അസദ് എവിടെയുണ്ടെന്ന് പെസ്കോവ് പറഞ്ഞില്ല. റഷ്യ അസദിനെ വിചാരണയ്ക്കായി കൈമാറുമോ എന്ന ചോദ്യത്തിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിച്ച കൺവെൻഷനിൽ റഷ്യ ഒരു കക്ഷിയല്ലെന്നാണ് സെർജി റിയാബ്കോവ് മറുപടി പറഞ്ഞത്.